പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണെന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ ഒരു മനുഷ്യൻ്റെ രോഗത്തിൻ്റെ മേൽ അവന് ജയമുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുക. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചെളുത്തണം, അവൻ അത്രമാത്രം നിന്ദിതരായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, കുരിശിലെ മരണത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം പറയുകയാണ്, അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി അവൻ രോഗിയായി തീർന്നു. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു രോഗിയായി തീർന്നത്? നാം ചെയ്ത പാപം മൂലം നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന രോഗത്തിൻ്റെ മേൽ നമുക്ക് ജയം നൽകാൻ വേണ്ടി. യേശുവിൻ്റെ പീഡാസഹനവും കുരിശിലെ മരണവും ഉദ്ധാനവും നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് രോഗത്തിൻ്റെ മേൽ ജയം നൽകാൻ വേണ്ടിയാണ് യേശു കുരിശിൽ രോഗിയെപ്പോലെ വ്യസനപാത്രമായി, ത്യജിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി, വീണ്ടും ഒരു രോഗിയായി, കണ്ടാൽ അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ അത്രമാത്രം നിന്ദിതനായിരുന്നു എന്ന് വചനം വെളിപ്പെടുത്തുക. എന്തിനാണ് യേശു രോഗം ശീലിച്ചവനായി, തകർക്കപ്പെട്ടവനായി, മുറിക്കപ്പെട്ടവനായി, രക്തത്തിൽ കുളിച്ച് കുരിശിൽ മരിച്ചത്? വചനം പറയുന്നു, അതിൻ്റെ അടുത്ത വാക്യം പറയുകയാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദന അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരുന്നു. എന്നാൽ നമ്മുടെ എല്ലാം അതിക്രമ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു വീഴുന്നു. നമ്മുടെ സമാധാന ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗിയായ നമുക്ക് സൗഖ്യം നൽകാൻ വേണ്ടി അവൻ മുറിവേറ്റു, അവൻ രോഗിയായി തീർന്നു. ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ രോഗസൗഖ്യത്തിന് യേശു കുരിശിൽ രോഗം ശീലിച്ചവനായി, മുറിവേറ്റവനായി, രക്തത്തിൽ കുളിച്ച് വേദനയോടെ പിടഞ്ഞു മരിച്ചു. വചനം പറയുന്നു, അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ പീഡാസഹനവും കുരിശിലെ മരണവും ഉദ്ധാനവും നമ്മുടെ ശാരീരികമായ, മാനസികമായ രോഗസൗഖ്യത്തിന് കാരണമാണ്. ഇത് നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ രോഗം വരുമ്പോൾ നാം ഒരു ഡോക്ടറെ പിന്നാലെ പോകുന്നു, വൈദ്യശാസ്ത്രത്തിന് പിന്നാലെ പോകുന്നു, മരുന്നിന് പിന്നാലെ പോകുന്നു. ഇതെല്ലാം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണെങ്കിൽ പോലും പലപ്പോഴും പലരും ദൈവത്തെ ആശ്രയിക്കുന്നത് ഡോക്ടർമാർ ഉപേക്ഷിക്കുമ്പോൾ, വൈദ്യശാസ്ത്രം കൈവിടുമ്പോൾ, ഒരു മരുന്നും ഫലിക്കാതെ വരുമ്പോഴാണ് പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്നത്. എന്നാൽ നാം വിശ്വസിക്കണം, യേശുക്രിസ്തു കുരിശിൽ മരിച്ചതും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതും എനിക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കരങ്ങളിൽ മുറിവുമായി എഴുന്നള്ളി വന്ന് നിൽക്കുന്ന യേശുവിൻ്റെ മുറിവിനാൽ, യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഇത് വിശ്വസിക്കുന്നവർക്കാണ് സൗഖ്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ കാലത്ത് യേശുക്രിസ്തു സൗഖ്യം നൽകുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞ എല്ലാവരും രോഗികളെ കൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് ഓടി. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 55-56 വാക്യങ്ങൾ കർത്താൻ വചനം ഇങ്ങനെ പറയുന്നു: ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടിലുകളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തോങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. യേശുവിൻ്റെ പരിശുശ്രൂഷ കാലത്ത് നടന്ന സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആളുകൾ ഓടി നടക്കുക.
അവൻ എവിടെ ഉണ്ടെന്ന് കേൾക്കുന്നിടത്തേക്ക് രോഗികളെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. അതുമാത്രമല്ല, പട്ടണങ്ങളിൽ, ഊരുകളിൽ, കുടിലുകളിൽ, ചന്തകളിൽ ചെന്നിടത്തൊക്കെ യേശു എവിടെയെല്ലാം ചെന്നു അവിടെയെല്ലാം രോഗികളെ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്നുള്ള വലിയ പ്രത്യാശയോടെ അവനെ തൊടാൻ, അവൻ്റെ വസ്ത്രത്തിൽ തൊടാൻ, യേശുവിൻ്റെ കരസ്പർശമേൽക്കാൻ വേണ്ടി അനേകം രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. കാരണം യേശുവിൻ്റെ കാലത്ത് ഇവൻ സൗഖ്യം നൽകുന്ന ദൈവമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ? യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് രോഗികൾക്ക് സൗഖ്യം നൽകി നമുക്കറിയാം. എന്നാൽ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സൗഖ്യം നൽകുവാൻ കരങ്ങളിൽ മുറിവുമായി എഴുന്നള്ളി വന്ന് നിൽക്കുന്ന ദൈവമാണെന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം. ഇന്ന് ഡോക്ടർമാർ ഉപേക്ഷിക്കുമ്പോൾ, വൈദ്യശാസ്ത്രം കൈവിടുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കപ്പെടും മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. പരിശോധിക്കണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്കിൽ പറയുന്നു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൻ്റെ കൂടി പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവിടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. വർഷങ്ങളായി, 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന രക്തസ്രാവക്കാരി യേശുവിനെ തൊടാൻ അവൾക്ക് നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവൾ എന്തു ചെയ്തു? വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും, രക്ഷ പ്രാപിക്കും എന്നുള്ള വലിയ ബോധ്യത്തോടെ വലിയൊരു പുരുഷാരത്തിൽ കൂടി അതിൻ്റെ പിറയിൽ കൂടി വന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവരുടെ രക്തസ്രവം നിന്നു. അതിനെ പറയുകയാണ്, ബാധ മാറി, അവൾ സ്വസ്ഥമായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈയൊരു വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് രോഗത്തിൻ്റെ മേലും നമുക്ക് സൗഖ്യമുണ്ട്. എത്ര വർഷം പഴക്കമുള്ള, 12 വർഷമോ 18 വർഷമോ 38 വർഷമോ എത്ര വർഷമായിക്കൊള്ളട്ടെ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന രോഗത്തിൻ്റെ മേലും നമുക്ക് ജയമുണ്ട്, സൗഖ്യമുണ്ട് എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. നിസ്സാരമായ രോഗമാണെങ്കിലും എത്ര മാരകമായ രോഗമാണെങ്കിലും അതിൻ്റെ മേൽ യേശുവിന് സൗഖ്യം നൽകാൻ സാധിക്കുന്ന ദൈവമാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 30-31 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ശിമോന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. യേശു അവളുടെ കയ്യിൽ തൊട്ടപ്പോൾ അവൾക്ക് പനി മാറി. ഇത് നമ്മൾ നിസ്സാരമായി കാണരുത്. ഒരു പനിയല്ലേ, അവൻ തൊട്ടപ്പോൾ മാറിയിരിക്കാം. എന്നാൽ എത്ര മാരകമായ രോഗമാണെങ്കിലും യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന അനേക രോഗികൾക്ക് യേശു സൗഖ്യം നൽകി. പനി തൊട്ടപ്പോൾ സൗഖ്യപ്പെട്ടു എന്ന് മാത്രമല്ല, കുഷ്ഠരോഗം തൊട്ടപ്പോഴും സൗഖ്യം ലഭിച്ചു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-42 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. പഴയ നിയമത്തിൽ പാളയത്തിന് പുറത്തു നിൽക്കണം, കുഷ്ഠരോഗി പാളയത്തിന് പുറത്തായിരിക്കണമെന്ന് നിയമമുള്ളപ്പോൾ ഇവിടെ മനുഷ്യനെ കാണാൻ പോലും തൊടാൻ പോലും അനുവദിക്കാത്ത കുഷ്ഠരോഗി യേശു തൊട്ട് സൗഖ്യം നൽകി. ഇവിടെ നിസ്സാരമായൊരു പനിയാണെങ്കിലും മാരകമായൊരു കുഷ്ഠമാണെങ്കിലും യേശു തൊട്ടാൽ സൗഖ്യമുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, രോഗികൾക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചതും അവൻ മുറിവേറ്റതും അവൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ, രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. വചനം പറയാണ്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. ഏത് വിശ്വാസത്തോടെ പ്രാർത്ഥനയാണ്? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് യേശു കുരിശിൽ മരിച്ചത്.
എനിക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ് അവൻ മുറിവേറ്റത്. അവൻ്റെ മുറിവിനാൽ, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും കരങ്ങളിൽ മുറിവുമായി എഴുന്നള്ളി വന്ന് നിൽക്കുന്ന എനിക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ്. അവൻ്റെ കരങ്ങളിലെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. അവൻ്റെ മുറിഞ്ഞ കരം കൊണ്ട് എന്നൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് ആര് വിശ്വസിക്കുന്നു, അവനെ കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് വചനം പറയുക. ഈ കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ശാരീരികമായ രോഗത്തിൽ നിന്ന് അവൻ എഴുന്നേൽപ്പിക്കും. വീണ്ടും പറയുകയാണ്, ദീനക്കാരനെ അവൻ രക്ഷിക്കും. അത് ശാരീരികമായ സൗഖ്യമാണ്. കർത്താവിനെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് മാനസികമായ സൗഖ്യമാണ്. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സൗഖ്യമാണ്. പാപക്ഷമ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സൗഖ്യമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകാൻ വേണ്ടിയാണ് അവൻ മുറിവേറ്റത്, അവൻ ക്രൂശിൽ മരിച്ചത്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കരങ്ങളിൽ മുറിവായി എഴുന്നള്ളി വന്ന് നിൽക്കുന്നത് എനിക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ്. അവൻ്റെ കരങ്ങളിലെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. അവനൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. ഞാൻ സൗഖ്യം പ്രാപിക്കും, ശാരീരികമായി സൗഖ്യം പ്രാപിക്കും. മാത്രമല്ല വചനം പറയുന്നു, അവൻ മാനസികമായ രോഗമുണ്ടെങ്കിൽ മാനസികമായി സൗഖ്യം പ്രാപിക്കും. വീണ്ടും ആത്മാവിന് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ക്ഷമിക്കും, ആത്മാവിന് സൗഖ്യം ലഭിക്കും. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം യേശുക്രിസ്തുവിലൂടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ രോഗം വരുമ്പോൾ നാം യേശുക്രിസ്തുവിൽ ആശ്രയിക്കാതെ ലോകത്തിൽ ആശ്രയിച്ച് ലോകത്തിൻ്റെ പിന്നാലെ നടന്ന് അവസാനം എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോൾ യേശുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നാം തിരിച്ചറിയണം, നാം ഒരു അല്പവിശ്വാസിയാണ്. സ്വന്തം കഴിവിൽ ആശ്രയിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാണ് അല്പവിശ്വാസികൾ. സ്വന്തം കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന വ്യക്തിയാണ് അല്പവിശ്വാസികൾ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ അല്പവിശ്വാസിയായി ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ, അതോ എനിക്ക് വേണ്ടി എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകാൻ വേണ്ടി എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനാണ് യേശു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ മുറിവിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ പറയാറുണ്ട്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന നല്ലതാണ്, രോഗം വരാതെ സൂക്ഷിക്കുന്നത്. ജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോൾ, സൗഖ്യമുള്ളപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ ആശ്രയിച്ച് യേശുക്രിസ്തു മുഖാന്തരം ജീവിച്ചാൽ അവൻ മുഖാന്തരം സൗഖ്യവും സംരക്ഷണവും നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ അരികിൽ വന്ന സകല രോഗികൾക്കും അവൻ സൗഖ്യം നൽകി. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. എങ്കിൽ വിശ്വാസത്തിൻ്റെ കരം നീട്ടി യേശുവിനൊന്ന് തൊടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കരങ്ങളിൽ മുറിവുമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആ യേശു നമ്മുടെ കൺമുന്നിൽ ഉണ്ടെങ്കിൽ, വിശ്വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് സൗഖ്യമാണ്. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് രോഗമായിക്കൊള്ളട്ടെ, എത്ര മരണാസന്ന നിലയിലായിരിക്കുന്ന രോഗമായിക്കൊള്ളട്ടെ, നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കഴിഞ്ഞ നാളുകളിൽ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ താമസിച്ചുള്ള ധ്യാനങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്? ക്യാൻസർ അപ്രത്യക്ഷമാകുന്നു, ട്യൂമർ അപ്രത്യക്ഷമാകുന്നു, തളർന്നിടക്കുന്ന തളവാത രോഗികൾ എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 10-17 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഉദരഫലം നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ, അതായത് മാറാ രോഗമെന്ന് വിധിക്കപ്പെട്ട ചില രോഗങ്ങൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു. പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര വലിയ അത്ഭുതങ്ങൾ ഈ താമസമുള്ള ധ്യാനത്തിൽ നടക്കുന്നത്? അതിൻ്റെ കാരണം ദൈവവചനം കേൾക്കുമ്പോൾ, സൗഖ്യം നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തിപരമായി അറിയുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുന്നതിലൂടെ അനുഗ്രഹം ലഭിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷകാലത്ത് തൻ്റെ അരികിൽ വന്ന എല്ലാ വ്യക്തികളും യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ വിശ്വസിക്കുന്നുവോ? ഒരിക്കൽ ഒരമ്പനായ ഭർത്യമായി യേശുവിനെ കാണുവാൻ വേണ്ടി ഉറക്കെ വിളിച്ചു. അവന് കണ്ണിന് കാഴ്ചയില്ല, എന്നാൽ അവൻ്റെ ഉള്ളിൽ വലിയ ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്, എനിക്ക് യേശുവിനെ കാണണം. അവൻ ഉറക്കെ വിളിച്ചു, ദാവീദുപുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണം. പലരും അവനെ ശാസിച്ചു, പലരും നിന്ദിച്ചു. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. യേശു അവൻ്റെ വീടിന് മുന്നിൽ നിന്നു. കാരണം അവൻ വിളിച്ചത് വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നാണ്.
ആ വിശ്വാസത്തിൻ്റെ വിളിയുടെ മുന്നിൽ യേശു നിന്നു. യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ആഗ്രഹത്തെ മാനിക്കുന്നവനാണ് സ്വർഗ്ഗത്തിലെ ദൈവം. യേശുവിൻ്റെ സകല പ്രശ്നങ്ങൾക്ക് മതിയായ ദൈവമാണ്. യേശു എനിക്ക് സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നോ അവരുടെ ആഗ്രഹത്തെ മാനിക്കുന്നവനാണ് യേശുക്രിസ്തു. ഇവിടെ യേശു അന്ധനായ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. അവൻ്റെ ആവശ്യം, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ വിളിച്ചു പറയുക. ഇവിടെ യേശു തിരിച്ചു പറയുന്നത് നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്നല്ല, നിൻ്റെ രോഗം മാറട്ടെ എന്നല്ല, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഉടനെ അവന് കാഴ്ച ലഭിച്ചു. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. പലപ്പോഴും പല രോഗികളും ഇനി മരണമാണ് ഇതിന് പിന്നിൽ, മരണാസന്ന നിലയിൽ, അതായത് ഒരു രോഗിക്ക് നൽകാൻ കഴിയുന്ന എല്ലാ കൂദാശകളും നൽകി മരിക്കുവാൻ വേണ്ടി ഒരുങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്ന് വിധി എഴുതിയ വ്യക്തികൾ ഒരു നല്ല മരണം പ്രാപിക്കാൻ വേണ്ടി ധ്യാനം കൂടാൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ട് കിടത്തിയ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മരണവെപ്രാളം അനുഭവിക്കുന്ന, മരണാസന്ന നിലയിലായിരിക്കുന്ന, മരണാസന്ന നിലയിൽ രോഗക്കിടക്കയിൽ കിടക്കുന്ന അനേകം രോഗികൾ ദൈവവചനം കേട്ട് സൗഖ്യം നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരം അത്ഭുത സൗഖ്യം പ്രാപിച്ച് ഇന്നും ജീവിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം യേശുക്രിസ്തു മുഖാന്തരമുള്ള സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചു, അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട് എന്ന് വിശ്വസിച്ചും കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗഖ്യമുണ്ട് എങ്കിൽ നമ്മുടെ രോഗങ്ങൾ, അത് പാപം മൂലമായിരിക്കാം, പിശാചിൻ്റെ ആധിപത്യം മൂലമായിരിക്കാം, ഒരുപക്ഷെ ഏതിലും പാരമ്പര്യമായ ശാപത്തിലൂടെ വന്നിരിക്കുന്ന രോഗമായിരിക്കാം, ഏത് രോഗമായിക്കൊള്ളട്ടെ, വൈദ്യശാസ്ത്രത്തിന് സൗഖ്യം നൽകാൻ കഴിയാത്ത, ചികിത്സ സൗഖ്യം നൽകാൻ കഴിയാത്ത ഏത് രോഗമായിക്കൊള്ളട്ടെ, നമ്മുടെ രോഗത്തിന് സൗഖ്യം നൽകാൻ യേശു കുരിശിൽ മരിച്ചു, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം, യേശുക്രിസ്തുവിലുള്ള വലിയ ഏറ്റുപറച്ചിൽ മുഖാന്തരം നമുക്ക് രോഗസൗഖ്യമുണ്ട്. അവൻ്റെ അടിപ്പിണരാൽ, അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം സൗഖ്യം പ്രാപിക്കാൻ നമ്മുടെ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവായ യേശുവേ, അവിടുത്തെ മുറിവിനാൽ, അവിടുത്തെ മുറിവിൽ നിന്ന് വരുന്ന രക്തത്താൽ എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി രോഗം ബാധിച്ച, രോഗത്തിൻ്റെ വേദനത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും നിൻ്റെ തിരുമുറിവിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ. കർത്താവേ, നീ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണ്. കർത്താവേ, നീ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയ ദൈവമാണ്. നീ അന്ധന് കാഴ്ച നൽകിയ ദൈവമാണ്. കർത്താവേ, നീ അനേകം തളർന്ന രോഗികൾക്ക് പുതുജീവൻ നൽകിയ ദൈവമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തൻ്റെ മഹത്വം ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയ കർത്താവായ യേശുവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, ഇന്നും സൗഖ്യം നൽകുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, സ്വരം കേൾക്കുന്ന ആരെങ്കിലും ശാരീരികമായി, മാനസികമായി, ആത്മീയമായി രോഗം ബാധിച്ച അവസ്ഥയിലാണെങ്കിൽ, കർത്താവ്, അവിടുത്തെ മരണത്തിൻ്റെ യോഗ്യതയാൽ, അവിടുത്തെ ഉദ്ധാരണത്തിൻ്റെ യോഗ്യതയാൽ, അവിടുത്തെ ക്രൂശിലെ തിരുബലിയുടെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുവാൻ വിധിക്കപ്പെട്ട, മാറാ രോഗമെന്ന് വിധി എഴുതിയിരിക്കുന്ന ഏതെങ്കിലും രോഗം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സ്വയം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ
യേശുവിൻ്റെ മുറിവിനാൽ വിടുതൽ സൗഖ്യം പ്രാപിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ മാനസികമായ രോഗത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന എല്ലാവർക്കും സൗഖ്യം തരണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മാവിൽ സൗഖ്യം പ്രാപിക്കാനുള്ള കൃപ നിൻ്റെ മക്കൾക്ക് നൽകണം. പാപത്തെയും ശാപത്തെയും രോഗത്തെയും ജയിച്ച് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ സകല രോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമന്ദികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തു മുഖാന്തരം സൗഖ്യവും വിടുതൽ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ.